ഹായ് മൈ ഡിയർ ഫ്രണ്ട്സ്, വെരി ഗുഡ് മോർണിംഗ്. 2027 LGS LDC അത്രയും നീണ്ട വലിയൊരു ലക്ഷ്യവുമായിട്ട് നമുക്കിനി ബഹുദൂരം മുന്നോട്ട് പോകേണ്ടതായിട്ടുണ്ട്. അപ്പോൾ ഇപ്പോൾ 10ാം തരം പ്രാഥമിക പരീക്ഷ നടന്നുകൊണ്ടിരിക്കുന്നു. അതിനുശേഷം കമ്പനി ബോർഡ് LGS, പിന്നീടായിരിക്കും നമ്മുടെ 2027 LGS LDSയുടെ നോട്ടിഫിക്കേഷൻ ഉണ്ടാവുക. നോട്ടിഫിക്കേഷൻ വന്നു കഴിയുമ്പോൾ നമ്മുടെ ടെലഗ്രാം ഗ്രൂപ്പിലും യൂട്യൂബ് ചാനലിലും ഒക്കെ സിലബസ് അനുസരിച്ച് നമ്മൾ ക്ലാസ് ആരംഭിക്കും. ഇപ്പോൾ നമ്മൾ മാതൃകാ പരീക്ഷകൾ, മുൻവർഷ ചോദ്യങ്ങൾ, അനുബന്ധ വിവരങ്ങൾ ഇവയൊക്കെ പഠിച്ചാണ് മുന്നോട്ട് പോകുന്നത്. ഇതിനുവേണ്ടി നമ്മളൊരു ടെലഗ്രാം ഗ്രൂപ്പ് തുടങ്ങിയിട്ടുണ്ട്. ടെലഗ്രാം ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർ 7736968625 എന്ന വാട്സപ്പ് നമ്പറിൽ മെസ്സേജ് അയയ്ക്കുക. ടെലഗ്രാം ഗ്രൂപ്പ് LGS LDC 2027 ഉദ്യോഗാർത്ഥികളുടെ കൂട്ടായ്മയാണ്. ഉദ്യോഗാർത്ഥികൾക്ക് അറിയേണ്ട എല്ലാ മാറ്റേഴ്സും ആ ടെലഗ്രാം ഗ്രൂപ്പിലൂടെ ആയിരിക്കും നമ്മൾ ഷെയർ ചെയ്യുക. അന്നന്നത്തെ പത്രവാർത്തകൾ, ഇന്നിപ്പോൾ നടത്തുന്ന മാതൃകാ പരീക്ഷയുടെ ചോദ്യപേപ്പർ, ആ ചോദ്യപേപ്പറിൽ 20 മാത്സ് ചോദ്യങ്ങളുടെ ഉത്തരക്കീയും വിശദീകരണവും ഇതെല്ലാം ഉൾപ്പെടുത്തി നമ്മൾ ആ ടെലഗ്രാം ഗ്രൂപ്പിൽ ക്ലാസ്സുകൾ മുന്നോട്ട് തുടങ്ങിയിട്ടുണ്ട്. നമ്മൾ അന്നന്ന് അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വിജയമന്ത്രം സീരീസിൻ്റെയും PDF, അതുപോലെ SCERT PDF, തൊഴിൽ വാർത്ത, തൊഴിൽ വീതി, PSC ബുള്ളറ്റിൻ, ഇങ്ങനെ തുടങ്ങി മറ്റനേകം കാര്യങ്ങൾ ഈ ടെലഗ്രാം ഗ്രൂപ്പിലുണ്ട്. ടെലഗ്രാം ക്ലാസ് പരീക്ഷ വരെ ഉണ്ടാകും. 100% ഫ്രീ ക്ലാസ് ആണ്. ടെലഗ്രാം ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാൻ ആദ്യത്തെ രജിസ്ട്രേഷൻ ഫീ ആയ 100 രൂപ നിങ്ങൾ അടയ്ക്കണം. അപ്പോൾ താല്പര്യമുള്ളവർ ജോയിൻ ചെയ്യുക. ഇന്നത്തെ പരീക്ഷ വരാൻ പോകുന്ന LGSന് ചോദിക്കാം എന്ന് തൊഴിൽ വീതിക്ക് തോന്നിയ കുറച്ച് ചോദ്യങ്ങൾ. ഈ ആഴ്ചയിലെ തൊഴിൽ വീതിയിൽ 10th പ്രിലിംസിന് വേണ്ടി പ്രസിദ്ധീകരിച്ചിരിക്കുന്ന ചോദ്യപേപ്പറാണ് ഞാൻ നിങ്ങളുടെ മുന്നിലേക്ക് എത്തിക്കുന്നത്. ഈ ചോദ്യപേപ്പറിലെ 1 മുതൽ 80 വരെ ചോദ്യങ്ങളാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുക. മാത്സിന്റെ ചോദ്യം അങ്ങനെ വായിച്ച് പഠിച്ചാൽ പറ്റില്ല. അതുകൊണ്ടാണ് അതിൻ്റെ വിശദീകരണം ടെലഗ്രാം ഗ്രൂപ്പിൽ ഡീറ്റെയിൽ ആയിട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ OMR ഷീറ്റ് ഉണ്ടെങ്കിൽ OMR ഷീറ്റ് എടുത്ത് അതിൽ ബബിൾ ചെയ്യാൻ ശ്രമിക്കുക. അല്ലാത്തവർ ദയവ് ചെയ്ത് 1 മുതൽ 80 വരെ ഒരു വൈറ്റ് പേപ്പറിൽ നമ്പർ ഇട്ട ശേഷം നിങ്ങളുടെ പരീക്ഷ ആരംഭിക്കുക. ഞാൻ ചോദ്യം വായിക്കും, നിങ്ങൾ ഓപ്ഷൻ നോക്കി ശരിയുത്തരം എടുത്തെഴുതുക. OMR ഷീറ്റിലാണെങ്കിൽ ബബിൾ ചെയ്യുക. അതിനുശേഷം ഞാൻ ഉത്തരം പറയുമ്പോൾ ശരിയാണെങ്കിൽ ടിക്ക് ചെയ്യുക, തെറ്റാണെങ്കിൽ ഇൻറ്റു മാർക്ക് ചെയ്യുക. വീഡിയോയുടെ അവസാനം നിങ്ങളുടെ മാർക്ക് കമൻറ്റ് ചെയ്യുക. ഈ രീതിയിൽ മാക്സിമം പരീക്ഷ അറ്റൻഡ് ചെയ്താൽ തന്നെ നിങ്ങൾക്ക് പരീക്ഷയിലെ 50% ചോദ്യങ്ങൾ ഹൃദിസ്ഥമാകും. അപ്പോൾ ഓൾ ദ ബെസ്റ്റ്. തുടങ്ങാം. ചോദ്യം 1, ആനുകാലികം. ഐക്യരാഷ്ട്ര സംഘടനയുടെ 2026 20 മാലിന്യശൂന്യ നഗരങ്ങൾ, ഇതിലുൾപ്പെട്ട ഇന്ത്യയിലെ ഏക നഗരസഭ. ഉത്തരം ഞെട്ടിപ്പോകും. ഓപ്ഷൻ എ വർക്കല. ഇൻഡോർ ആണ് ഞാൻ എക്സ്പെക്ട് ചെയ്തത്. നിങ്ങളും അത് തന്നെ എക്സ്പെക്ട് ചെയ്ത് കാണും. ചോദ്യം 2, ഇന്ത്യയുടെ ആദ്യത്തെ ഓർബിറ്റൽ ഡേറ്റാ സെന്റർ സാറ്റലൈറ്റ്. ഉത്തരം ഓപ്ഷൻ ബി പാത്ത് ഫൈൻഡർ. ചോദ്യം 3, 2026 രാജ്യാന്തര ബുക്കർ പുരസ്കാരം ലഭിച്ചത്. ഉത്തരം ഓപ്ഷൻ സി തൈവാൻ ട്രാവലോഗ്. ചോദ്യം 4, 49ാമത് കേരള ഫിലിം ക്രിട്ടിക്സ് അവാർഡിൽ മികച്ച സംവിധായകനുള്ള പുരസ്കാരം. ഓപ്ഷൻ എ ഡൊമിനിക്
അരുൺ. ചോദ്യം 5. 2027 സെൻസസിന്റെ ബ്രാൻഡ് അംബാസിഡർ. ഓപ്ഷൻ ഡി സുദർശൻ പട്നായിക്. ചോദ്യം 6. 2026 കോമൺവെൽത്ത് രാജ്യങ്ങളുടെ സ്പീക്കർമാരുടെ ത്രിദിന ഉച്ചകോടിയുടെ വേദി. ഓപ്ഷൻ ബി ന്യൂഡൽഹി. കുട്ടികളുടെ മാനസിക സുസ്ഥിതിക്കും പഠന പുരോഗതിക്കുമായി കേരള പൊതുവിദ്യാഭ്യാസ വകുപ്പ് നടപ്പിലാക്കുന്ന പദ്ധതി. ഓപ്ഷൻ ഡി സ്നേഹം. ലോകത്തിൽ ഏറ്റവും കൂടുതൽ അരി ഉൽപ്പാദിപ്പിക്കുന്ന രാജ്യം. ഓപ്ഷൻ ബി ഇന്ത്യ. യൂറോ ഔദ്യോഗികമായി സ്വീകരിക്കുന്ന 21ാമത്തെ രാജ്യം. യൂറോ കറൻസിയുടെ പേരാണ്. ഔദ്യോഗികമായി സ്വീകരിക്കുന്ന 21ാമത്തെ രാജ്യം ബൾഗേറിയ. സൗരയൂഥത്തിലെ ഏത് ഗ്രഹത്തിന്റെ വലിപ്പം ചുരുങ്ങി വരുന്നതായിട്ടാണ് ശാസ്ത്രലോകം 2025 കണ്ടെത്തിയത്? ഓപ്ഷൻ എ ബുധൻ, സൂര്യനോട് ഏറ്റവും അടുത്ത ഗ്രഹം. അടുത്ത ചോദ്യം ഇന്ത്യൻ ഭരണഘടനയാണ്. 5 ചോദ്യങ്ങളാണ് ഇന്ത്യൻ ഭരണഘടന. ഇന്ത്യൻ ഭരണഘടനയുടെ ഹൃദയവും ആത്മാവും എന്ന് ഡോക്ടർ BR അംബേദ്കർ വിശേഷിപ്പിച്ച അനുച്ഛേദം സ്ഥിരമായി ചോദ്യങ്ങളിലുള്ള ഒരനുച്ഛേദമാണ്. അനുച്ഛേദം 32 ഹൃദയവും ആത്മാവും. താഴെ പറയുന്നവയിൽ ശരിയായ പ്രസ്താവന ഏത്? ഭരണഘടന രൂപം കൊണ്ടപ്പോൾ 22 ഭാഗങ്ങൾ, 395 അനുച്ഛേദങ്ങൾ, 8 പട്ടികകൾ. എല്ലാം ശരിയാണ്. അപ്പോൾ എഴുതി വയ്ക്കുക. രൂപം കൊണ്ടപ്പോൾ ഭരണഘടനയിൽ 22 ഭാഗങ്ങൾ, 395 അനുച്ഛേദം, 8 പട്ടിക. ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖത്തിൽ മാറ്റം വരുത്തിയ ഭേദഗതി. ആമുഖം ഒറ്റത്തവണയാണ് ഭേദഗതി ചെയ്തത്. ഓപ്ഷൻ സി 42ാം ഭേദഗതി. ഇന്ത്യ മൗലികാവകാശങ്ങളെ കടം കൊണ്ട രാജ്യം. ഓപ്ഷൻ എ അമേരിക്ക. മാർഗനിർദ്ദേശക തത്വങ്ങളെ കുറിച്ച് പരാമർശിക്കുന്ന ആർട്ടിക്കിൾ. ഓപ്ഷൻ ഡി ആർട്ടിക്കിൾ 36 മുതൽ 51 വരെ. സാന്ദ്രത കുറവായതിനാൽ വിമാനത്തിന്റെ ബോഡി നിർമ്മിക്കാൻ ഉപയോഗിക്കുന്ന ലോഹം. നമ്മൾ സയൻസിലേക്ക് വന്നു. 5 ചോദ്യങ്ങളായിരുന്നു ഭരണഘടന. സയൻസ് 20 ചോദ്യങ്ങളാണ്. ഓപ്ഷൻ ബി അലുമിനിയം. അലുമിനിയം അങ്ങനെയല്ല ഉപയോഗിക്കുന്നത്. അലുമിനിയത്തിന്റെ ലോഹസങ്കരമായ ഡ്യൂറാലുമിനാണ് വിമാനങ്ങളുടെ ബോഡി നിർമ്മിക്കാൻ ഉപയോഗിക്കുന്നത്. ചോദ്യം 17. ആറ്റത്തിന്റെ സൗരയൂഥ മാതൃക ആരുടെ സംഭാവനയാണ്? ഓപ്ഷൻ സി റൂത്തർഫോർഡ്. ഏത് മൂലകത്തിന്റെ അയിരാണ് പിച്ച് ബ്ലൻഡ്? പിച്ച് ബ്ലൻഡ് യുറേനിയത്തിന്റെ അയിരാണ്. സിങ്കിൻ്റെത് കലാമിൻ, ലെഡിൻ്റെത് ഗലീന, ഇരുമ്പിൻ്റെത് നമുക്കറിയാം ഹേമറ്റൈറ്റ്. ഹേമറ്റൈറ്റും മാഗ്നറ്റൈറ്റും പറയും. വാഹനങ്ങളിൽ റിയർ വ്യൂ മിററായി ഉപയോഗിക്കുന്ന ദർപ്പണം.
ഓപ്ഷൻ എ കോൺവെക്സ് ദർപ്പണം. ഒരു വാച്ചിലെ സെക്കൻഡ് സൂചിയുടെ ചലനം സമചലനം, സമവർത്തുള ചലനം. ഇനിയും കെമിസ്ട്രി 5 ചോദ്യം കഴിഞ്ഞു. ഇന്ത്യൻ ഭൂമിശാസ്ത്രത്തിലേക്ക് വന്നു. ബ്രഹ്മപുത്ര നദി ഇന്ത്യയിൽ നിന്നും ബംഗ്ലാദേശിലേക്ക് പ്രവേശിക്കുന്ന സ്ഥലം. ഓപ്ഷൻ ഡി തുബ്രി. ഇന്ത്യയിൽ ബർക്കൻസ് എന്ന മണൽക്കൂനകൾ കാണുന്ന ഭൂവിഭാഗം. ഓപ്ഷൻ സി ഇന്ത്യൻ മരുഭൂമി. ഇന്ത്യയിൽ ധ്രുവീയ കാലാവസ്ഥ അനുഭവപ്പെടുന്ന സ്ഥലങ്ങളിൽ ഉൾപ്പെടാത്തതേത്? ഓപ്ഷൻ സി ഛത്തീസ്ഗഡ്. കേരളത്തിലും കർണാടകത്തിലും മൺസൂൺ കാലത്തിനു മുൻപ് ലഭിക്കുന്ന വേനൽ മഴയെ വിളിക്കുന്ന പേര്? മാംഗോ ഷവേഴ്സ്. ഏത് നെല്ലിനമാണ് മിറക്കിൾ റൈസ് എന്ന പേരിൽ അറിയപ്പെടുന്നത്? അയ്യാറട്ട്. മിറക്കിൾ റൈസ് ആണ് അയ്യാറട്ട്. ഡെക്കാൻ പീഠഭൂമിയുടെ തെക്കുഭാഗത്തായി സ്ഥിതി ചെയ്യുന്ന കേരളത്തിലെ ജില്ല. ഇന്ത്യൻ ഭൂമിശാസ്ത്രം 5 മാർക്കിന്റെ കഴിഞ്ഞു. കേരള ഭൂമിശാസ്ത്രം 10 മാർക്ക്. ഡെക്കാൻ പീഠഭൂമിയുടെ തെക്കുഭാഗത്ത് സ്ഥിതി ചെയ്യുന്ന ജില്ല. LGSന് 10 മാർക്കാണ്. വയനാട് ജില്ല. കേരളത്തിൽ ആദ്യമായി അയൽക്കൂട്ടം ആരംഭിച്ച പഞ്ചായത്ത്? ഓപ്ഷൻ ഡി കല്യാശ്ശേരി. പത്തനംതിട്ടയിലെ ഗവി അണക്കെട്ട് സ്ഥിതി ചെയ്യുന്ന നദി? ഓപ്ഷൻ എ ഗവിയാർ. ലാറ്ററൈറ്റ് മണ്ണിനെ സംബന്ധിച്ച ശരിയായ പ്രസ്താവന? ലാറ്ററൈറ്റ് മണ്ണ്. കേരളത്തിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്നത് ലാറ്ററൈറ്റ് മണ്ണാണ്. അവിടുത്തെ പ്രധാന വിള റബ്ബർ, കശുമാവ്, കുരുമുളക്, കാപ്പി. ശക്തമായ മഴ, ഉയർന്ന താപം, ഇതാണ് ലാറ്ററൈറ്റ് മണ്ണുണ്ടാവാനുള്ള കാരണം. കേരളത്തിൽ ചുഴലിക്കാറ്റ് മുന്നറിയിപ്പ് കേന്ദ്രം സ്ഥിതി ചെയ്യുന്നത് എവിടെ? ഓപ്ഷൻ സി തിരുവനന്തപുരം. ഇവിടെ 5 ചോദ്യങ്ങളാണ് 10th പ്രിലിംസ് ആയതുകൊണ്ട്. ഇനി ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരം. ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊലയ്ക്ക് കാരണമായ നിയമം? കരിനിയമം എന്നറിയപ്പെട്ട റൗലറ്റ് ആക്ട്. വിചാരണ കൂടാതെ ആരെയും തടവിലിടാം. 1947 ഐക്യ കേരള കൺവെൻഷൻ നടന്ന സ്ഥലം? ഓപ്ഷൻ എ തൃശൂർ. ബ്രിട്ടീഷ് ആധിപത്യത്തിനെതിരായി കേരളത്തിൽ നടന്ന ആദ്യ കലാപം? ആറ്റിങ്ങൽ കലാപം. താഴെ പറയുന്നവയിൽ തെറ്റായ ജോഡികൾ കണ്ടെത്തുക. കേരള ചരിത്രം അല്ലെങ്കിൽ നവോത്ഥാനമാണ്. ഇതിലെ തെറ്റായ ജോഡികൾ കണ്ടെത്തുക എന്നതാണ് ചോദ്യം. ഓപ്ഷൻ എല്ലാം കാണാലോ. എയും ബിയും തെറ്റാണ്. ദുരവസ്ഥ കുമാരനാശാൻ, സമത്വ സമാജം വൈകുണ്ഠ സ്വാമികൾ. ഇന്ത്യൻ സ്വാതന്ത്ര്യ പ്രസ്ഥാനത്തിന് നേതൃത്വം നൽകുകയും ഒരു രാജ്യാന്തര വേദിയിൽ ഇന്ത്യയുടെ ത്രിവർണ പതാക ആദ്യമായി ഉയർത്തുകയും ചെയ്ത ധീരവനിത? ഓപ്ഷൻ പോലും വേണ്ട, മാഡം ഭിക്കാജി കാമ. വിധവകൾക്ക് വിദ്യാഭ്യാസം നൽകാൻ ബോംബെയിൽ ശാരദാ സദൻ സ്ഥാപിച്ചത്? ഓപ്ഷൻ ബി പണ്ഡിറ്റ് രമാഭായി. വിദ്യ കൊണ്ട് പ്രബുദ്ധരാവുക,
സംഘടന കൊണ്ട് ശക്തരാകുക എന്ന സന്ദേശം നൽകിയ സാമൂഹിക പരിഷ്കർത്താവ്. ശ്രീ നാരായണ ഗുരു. ഒരു ജാതി, ഒരു മതം, ഒരു ദൈവം. അതും അദ്ദേഹത്തിന്റെ വചനങ്ങളാണ്. ബംഗാളിലെ കർഷകർ നടത്തിയ സന്യാസി കലാപം പ്രമേയമാക്കി രചിച്ച നോവൽ ആനന്ദമഠം. നമ്മുടെ ദേശീയ ഗീതമായ വന്ദേ മാതരം എടുത്തിരിക്കുന്നത് ആനന്ദമഠം. ആധുനിക ഇന്ത്യയിലെ ആദ്യത്തെ മത സാമൂഹിക പരിഷ്കരണ പ്രസ്ഥാനം. ഓപ്ഷൻ എ ബ്രഹ്മസമാജം, സ്ഥാപകൻ രാജാ റാം മോഹൻ റോയ്. പഴശ്ശിരാജയുമായി ബന്ധപ്പെടാത്ത പ്രസ്താവന. ബി ആണ് ബന്ധപ്പെടാത്തത്. മലബാറിൽ പ്രക്ഷോഭം സംഘടിപ്പിച്ചത് പഴശ്ശിരാജ. ഒളിപ്പോരിൽ പ്രഗത്ഭനായിരുന്നു. ബ്രിട്ടീഷുകാരുടെ അധികാരികളെ വെല്ലുവിളിച്ചു. ദാരിദ്ര്യ നിർമ്മാർജ്ജനം ലക്ഷ്യമാക്കി 1975 ഇന്ദിരാഗാന്ധി ആരംഭിച്ച പരിപാടി. ഓപ്ഷൻ ഡി 20 പരിപാടി. മൗനത്തിന്റെ മറുപുറം, ദ അതർ സൈഡ് ഓഫ് സൈലൻസ് എന്ന ഗ്രന്ഥം രചിച്ചത്. ഓപ്ഷൻ എ ഉർവശി ബുട്ടാലിയ. ഭാഷാ സംസ്ഥാനങ്ങൾ വേണമെന്ന ശക്തമായ ആവശ്യത്തെ പരിശോധിച്ച് റിപ്പോർട്ട് സമർപ്പിക്കാൻ 1948 ഡിസംബറിൽ INC നിയോഗിച്ച കമ്മിറ്റിയിൽ ഉൾപ്പെടാത്തതാര്? മോട്ടിലാൽ നെഹ്റു. ഇന്ത്യ ആദ്യത്തെ ആണവ പരീക്ഷണം നടത്തിയത് 1974 മെയ് 18 പൊക്രാൻ. ഉത്തരാഖണ്ഡിലെ ഹിമാലയൻ പ്രദേശങ്ങളിൽ നിന്ന് വ്യവസായങ്ങൾക്കായി വൻതോതിൽ വൃക്ഷങ്ങൾ മുറിക്കുന്നതിനെ എതിർത്ത് നടന്ന സമ്മേളനം അല്ലെങ്കിൽ സമരം. ചിപ്കോ പ്രസ്ഥാനം. കാണാതായ കുട്ടികളെ കണ്ടെത്തുന്നതിന് സർക്കാർ രൂപം കൊടുത്ത പദ്ധതി ഓപ്പറേഷൻ വാത്സല്യ. താഴെ പറയുന്നതിലെ ബയോ റിസർവ്, ബയോസ്ഫിയർ റിസർവ്. നീലഗിരി ബയോസ്ഫിയർ റിസർവ്. പവിത്ര ഏത് വിളയുടെ സങ്കരയിനമാണ്? നമുക്കറിയാം, ഓപ്ഷൻ ഇല്ലാതെ തന്നെ അറിയാം. പവിത്ര നെല്ല്. ഏറ്റവും കൂടുതൽ ജലവൈദ്യുത പദ്ധതികളുള്ള കേരളത്തിലെ നദി? നോ ഓപ്ഷൻ, പെരിയാർ. കേരളത്തിൽ ഏറ്റവും വിസ്തീർണമുള്ള ജില്ല? ഓപ്ഷൻ വേണോ ആർക്കെങ്കിലും? ഇടുക്കി ജില്ല, വലിയ ജില്ല. കേരള കലാമണ്ഡലം സ്ഥാപിച്ചത് വള്ളത്തോൾ നാരായണ മേനോൻ. കേരളം ആദ്യമായി സന്തോഷ് ട്രോഫി കിരീടം നേടിയത് 1973. ക്രിക്കറ്റ് ആണെങ്കിൽ 1983. സംസ്ഥാന വിജിലൻസ് മന്ത്രി രമേശ് ചെന്നിത്തല. സംസ്ഥാന വ്യവസായ മന്ത്രി ആനുകാലികമാണ് PK കുഞ്ഞാലിക്കുട്ടി. സംസ്ഥാനത്തെ ആദ്യത്തെ ശലഭ സങ്കേതം ആറളം. ജലദോഷത്തിന് കാരമായ രോഗാണു വൈറസ്. മലിനമായ ആഹാരം, ജലം എന്നിവയിലൂടെ പകരുന്ന രോഗം കോളറ. മുറിവുണക്കാൻ സഹായിക്കുന്ന ജീവകം മുറിവുണങ്ങാൻ, അപരക്തം കട്ട പിടിക്കാൻ മുറിവുണക്കാൻ സഹായിക്കുന്നത്, രക്തം കട്ട പിടിക്കാൻ സഹായിക്കുന്നതും ജീവകം K. ശരീരത്തിന് പുറത്തുള്ള സൂക്ഷ്മാണുക്കളെ നിയന്ത്രിക്കുന്നതിന് സഹായിക്കുന്ന ഔഷധങ്ങളെ പറയുന്ന പേര്? ആന്റിസെപ്റ്റിക്. അകത്താണെങ്കിൽ ആന്റിബയോട്ടിക്.
ഇന്ത്യയിലെ ആദ്യത്തെ പോളിയോ മുക്ത ജില്ല പത്തനംതിട്ട ജില്ല. വൈറസ് മൂലമുണ്ടാകുന്ന രോഗം താഴെ പറയുന്നതിൽ. കോളറ ബാക്ടീരിയയാണ്, എലിപ്പനി ബാക്ടീരിയയാണ്, മലമ്പനിയും ബാക്ടീരിയയാണ്. വൈറസ് കാരണം ഡെങ്കിപ്പനി. ജീവകം ഡിയുടെ അപര്യാപ്തത മൂലമുണ്ടാകുന്നത് റിക്കറ്റ്സ് അഥവാ കണ. മനുഷ്യന്റെ പാൽപ്പല്ലുകൾ 20, സ്ഥിരദന്തങ്ങൾ 32. ചൂടാക്കിയാൽ നഷ്ടപ്പെടുന്ന വൈറ്റമിൻ സി. ORS ലായിനി. ORS ലായിനി ശരിക്കു പറഞ്ഞാൽ ഒരു ഔഷധം എന്ന ഗണത്തിൽ കൂട്ടാം. മനുഷ്യ ശരീരത്തിലെ രക്തവുമായി ബന്ധപ്പെട്ട് ശരിയായ പ്രസ്താവന കണ്ടെത്തുക. രക്തകോശങ്ങൾ 3 RBC, WBC, പ്ലേറ്റ്ലെറ്റ്. എരിത്രോസൈറ്റ് എന്ന് പറഞ്ഞാൽ ചുവന്ന രക്താണുക്കളാണ്, അപ്പൊ അത് തെറ്റാണ്. ഹീമോഗ്ലോബിനിൽ അടങ്ങിയിരിക്കുന്നത് ഇരുമ്പ്. രക്തം കട്ട പിടിക്കാൻ സഹായിക്കുന്നത് ആൽബുമിൻ അല്ല, ഗ്ലോബുലിൻ. ഫൈബ്രിനോജൻ. അപ്പോ 1ഉം 3ഉം ശരിയാണ്. ശരിയായ പ്രസ്താവന കണ്ടെത്തുക. പ്രവൃത്തി ചെയ്യാനുള്ള ഊർജം ധാന്യകത്തിലൂടെ ലഭിക്കുന്നു, ശരിയാണ്. ദൈനംദിന ഊർജാവശ്യത്തിന്റെ 65% വരെ നിറവേറ്റുന്നത് ധാന്യകമാണ്. കാർബോഹൈഡ്രേറ്റിന്റെ മുഖ്യ ഉറവിടം ധാന്യങ്ങളും കിഴങ്ങുമാണ്. അപ്പൊ എല്ലാം ശരിയാണ്. ശരിയായ പ്രസ്താവന. ഔരസാശയം അതിനിടത്തോട്ട് തിരിഞ്ഞ് സ്ഥിതി ചെയ്യുന്ന അവയവമാണ് ഹൃദയം. സ്റ്റർണം വാരിയല് ഇതാണ് ഹൃദയത്തെ സംരക്ഷിക്കുന്നത്. 300 ഗ്രാം ഭാരമുള്ള ഹൃദയത്തിന് 12 സെന്റിമീറ്റർ നീളം, 9 സെന്റിമീറ്റർ വീതി. ഇതെല്ലാം ശരിയാണ്. വൃക്കയുടെ നിറം വ്യത്യസ്തമായ ചോദ്യമാണ്. അങ്ങനെ ചോദ്യപേപ്പറിലൊന്നും കണ്ടില്ല. ചുവപ്പ് കലർന്ന ബ്രൗൺ. മസ്തിഷ്കത്തെ പൊതിഞ്ഞു സൂക്ഷിക്കുന്ന സ്ഥലം മെനിഞ്ചസ്. സൂര്യനിൽ നിന്നും ഏറ്റവും അകലെ സ്ഥിതി ചെയ്യുന്ന ഗ്രഹം നെപ്റ്റ്യൂൺ. പ്ലൂട്ടോ ഇപ്പൊ ഇല്ല. ക്യാബിനറ്റ് മിഷൻ അംഗങ്ങളിൽ ഉൾപ്പെടുന്നത് പെറ്റക് ലോറൻസ്, സ്റ്റഫോർഡ് ക്രിപ്സ്, എ.വി. അലക്സാണ്ടർ. ഉദയം പേരൂർ സുനഹദോസ് നടന്ന വർഷം. അത് നല്ലൊരു ചോദ്യമാണ്. 1599. ഒന്നാം സ്വാതന്ത്ര്യ സമരവുമായി ബന്ധപ്പെട്ട കഥ പറയുന്ന അമൃതം തേടി എന്ന നോവൽ രചിച്ചത് അമൃതം തേടി, മലയാറ്റൂർ. ഭരണഘടനയിലെ റിട്ടുകളുടെ എണ്ണം 5. നമ്മൾ പറഞ്ഞു ഇന്നത്തെ വിജയമന്ത്രം സീരീസിൽ. ഹേബിയസ് കോർപ്പസ്, മൻഡാമസ്, സെർഷ്യോററി, കോവാറണ്ടോ, പ്രൊഹിബിഷൻ. കുറിച്യ കലാപം നടന്ന വർഷം 1812. സ്ഥിര ചോദ്യം. ഗുരുവായൂർ ക്ഷേത്രപ്രവേശനവുമായി ബന്ധപ്പെട്ട് പൊതുജനങ്ങളുടെ അഭിപ്രായം അറിയാൻ കോൺഗ്രസ് ജനഹിത പരിശോധന നടത്തിയ താലൂക്ക് പൊന്നാനി താലൂക്ക്. പിംഗലി വെങ്കയ്യ എന്ന പേര് എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ദേശീയ പതാക. ദേശീയ ബാലാവകാശ കമ്മീഷന്റെ ആദ്യത്തെ അധ്യക്ഷൻ. ഓപ്ഷൻ ഡി ശാന്ത സിൻഹ. പൂർവഘട്ടത്തെ മുറിച്ചൊഴുകുന്ന ഉപദ്വീപീയ നദികളുടെ കൂട്ടത്തിൽപ്പെടാത്തത്. ഓപ്ഷൻ സി നർമ്മദ. അപ്പോ 80 ചോദ്യങ്ങൾ നമ്മൾ ഡിസ്കസ് ചെയ്തു. മാത്സിന്റെ ചോദ്യങ്ങളും അവയുടെ അനുബന്ധ വിവരം, അതായത് വിശദീകരണം, എങ്ങനെ മാത്സ് ചെയ്യണം എന്നുള്ള വിശദീകരണം. ഈ ചോദ്യങ്ങളും വിശദീകരണവും ഉൾപ്പെടെ നമ്മുടെ ടെലഗ്രാം ഗ്രൂപ്പിൽ നിങ്ങൾക്ക് ലഭ്യമാണ്. ആവശ്യമുള്ളവര് ആൻസേഴ്സ് ഇങ്ങനെ എക്സ്പ്ലനേഷൻസ് ആയിട്ട് കൊടുത്തിട്ടുണ്ട്. ടെലഗ്രാം ഗ്രൂപ്പ് ആവശ്യമുള്ളവര് നമ്മുടെ വാട്സപ്പ് നമ്പർ 7736968625 ഇതില് വാട്സപ്പ് മെസ്സേജ് അയക്കുക. 100 rupees രജിസ്ട്രേഷൻ ഫീസ് ഉണ്ട്. ഈ 80 ചോദ്യങ്ങൾ അത്യാവശ്യം മുൻവർഷങ്ങളിൽ ആവർത്തിച്ചതും
നല്ല ആനുകാലികവുമൊക്കെ ആയിട്ട് 80 ചോദ്യങ്ങൾ. ഈ ചോദ്യത്തിൽ 67 മാർക്കിന് മുകളിൽ നിങ്ങൾ വാങ്ങിയിരിക്കണം. അത് ഇപ്പോഴല്ല, ഇപ്പോൾ നിങ്ങൾക്ക് 50 മുകളിൽ മാർക്ക് ഉണ്ടെങ്കിൽ നിങ്ങൾ സേഫാണ്. നമ്മൾ 2027 പരീക്ഷ എഴുതുമ്പോൾ ഇതിനൊരു 67-70 മാർക്ക് അടുപ്പിച്ച് നിങ്ങൾ വാങ്ങിക്കും. അത് ഞാൻ ഗ്യാരണ്ടി തരുന്നു. അപ്പം നന്നായി പഠിക്കുക. നിങ്ങളുടെ മാർക്ക് വീഡിയോയുടെ താഴെ കമൻറ്റ് ചെയ്യുക. വിഷ് യു ആൾ ദ ബെസ്റ്റ്. താങ്ക് യു.